Hi everyone, welcome back to our channel, your German Mallu couple. ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് അറിയോ? അത് ബിലീവ് ഇൻ യുവർ സെൽഫ്. അതാണ് ഏറ്റവും വലുത്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാനുള്ള ധൈര്യം കാണിക്കുക. അതാണ് നമുക്ക് ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് മുന്നേ ആവശ്യമുള്ളത്. ഒരു പുതിയ ലാംഗ്വേജ്, അതായത് ഒരു ജർമ്മൻ പോലുള്ള ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അത് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നായാലും നമ്മുടെ ഫാമിലിയിൽ നിന്നായാലും. കാരണം നമുക്ക് ഒത്തിരി സമയം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ പ്രായത്തിൽ നമുക്കിത് പഠിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള നിരവധി ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാവും അല്ലേ? ഇതുപോലുള്ള പല പ്രശ്നങ്ങളും എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാനും ഈ പ്രായത്തിൽ, ഞാൻ പഠിച്ചത് 30 വയസ്സായപ്പോഴാണ്. അപ്പം ഞാൻ 30ാമത്തെ വയസ്സിൽ ഈ ലാംഗ്വേജ് പഠിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാനും ഇതുപോലെ പല ക്വസ്റ്റ്യൻസും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അന്നും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ഇത് പറ്റും, എന്നെക്കൊണ്ട് ഇതാകും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. സോ ഈ പ്രായത്തിൽ എനിക്ക് ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? ലാംഗ്വേജ് പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമേ അല്ല. നമുക്ക് ഒരു ഭാഷ പഠിക്കാൻ താല്പര്യമുണ്ടോ? നമുക്ക് പറ്റും. അതിന് വേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ബിലീവ് ഇൻ യുവർ സെൽഫ്. ആ മന്ത്രയാണ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഡിസൈഡ് ചെയ്തു. നിങ്ങളിപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ളത് അത് ഓരോ വ്യക്തിയും പല രീതിയിലായിരിക്കും. പക്ഷെ നമുക്കൊരു ടിപ്സോ ട്രിക്കോ ഒക്കെ പറഞ്ഞു തരാം എന്നുള്ളതേ പറ്റുള്ളൂ. പക്ഷേ ഓരോരുത്തരുടെയും പഠന രീതി എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. പക്ഷെ ഞാൻ പഠിച്ച എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ എനിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ അത് നിങ്ങളോട് ഫോളോ ചെയ്യണം എന്ന് എനിക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലും ഓരോ രീതിയിലായിരിക്കും. ചിലവർക്ക് ഒത്തിരി കേട്ട് തന്നെ പഠിക്കണം, ചിലവർക്ക് ഒത്തിരി എഴുതി പഠിക്കണം, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്, ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം, അങ്ങനെ എനിക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഇതൊരു ലാംഗ്വേജാണ്. ഈ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ ഒരു ലാംഗ്വേജാണ്, ഒരു ഫോറിൻ ലാംഗ്വേജാണ്. ജർമ്മൻ പോലുള്ള ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമുക്ക് ടൈം എടുക്കും അല്ലേ? നമ്മുടെ മദർ ടങ് ആയിട്ടുള്ള മലയാളം പറയുന്നത് പോലെയോ എഴുതുന്നത് പോലെയോ ഒന്നും നമുക്ക് ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പറ്റുമായിരിക്കും, നമ്മൾ ഒത്തിരി വർഷങ്ങളൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ ഇത് പഠിക്കണം, ഇത് നമുക്ക് നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ തന്നെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. അപ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ടൈം എടുക്കും. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും, ഞാൻ പഠിച്ചത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് എപ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് നേരെ ജർമ്മൻ ലാംഗ്വേജിലോട്ടായിരുന്നില്ല. ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ജർമ്മൻ ലാംഗ്വേജ് ടൈപ്പ് ചെയ്തിട്ട് അത് ഇംഗ്ലീഷിലോട്ട് മാറ്റി നോക്കുമായിരുന്നു. കാരണം ഞാൻ എഴുതിയേക്കുന്നത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 ആപ്ലിക്കേഷൻസ് ആയിരുന്നു dic.cc പിന്നെ ഡുവലിംഗോ. ഈ 3 ആപ്ലിക്കേഷൻസ് ആയിരുന്നു ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നത് നിങ്ങൾക്കും ഈ ആപ്ലിക്കേഷൻസ് ഉപകാരപ്പെടുമെന്ന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഡുവലിംഗോ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. നമ്മൾ ഈ ഭാഷ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മളിത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ പറ്റും. ഇത് പഠിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, ചിലപ്പോൾ A1 പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓർക്കും, ഇട്ടിട്ട് പോയാലോ, അങ്ങനെയുള്ളൊരു തോട്ട് നമുക്കുണ്ടാകും സത്യം പറഞ്ഞാൽ. പക്ഷേ നമുക്കുള്ള എയിം നമ്മൾ അച്ചീവ് ചെയ്യുക തന്നെ വേണം. അതുകൊണ്ടിട്ട് ഞാൻ പറയുന്ന കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നേറ്റീവ് സ്പീക്കറിനെ പോലെ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്കിതൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്. പക്ഷേ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ
ഇവർ നമ്മളെ കളിയാക്കുമെന്നോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വേണ്ട. കാരണം ജർമ്മൻസ് നമ്മളെ നല്ല സപ്പോർട്ടീവാണ്. കാരണം നമ്മളിവിടെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ മിസ്റ്റേക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും അവർ നമുക്കത് തിരുത്തി തരികയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ അവർ ചോദിക്കും. അപ്പം നമ്മൾ ഒന്നുകൂടി ഒന്ന് പറയുമ്പോൾ അവരത് മനസ്സിലാക്കാനായിട്ട് അവർ നമ്മുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ശ്രമിക്കും. സത്യത്തിൽ ഞാനും വന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ അത് അവർക്ക് മനസ്സിലായില്ലെന്നാണെങ്കിൽ ഞാനത് വേറെ രീതിയിൽ അത് പറയാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ അവർക്കത് മനസ്സിലാക്കുന്നത് വരെ, അവരത് മനസ്സിലാകുന്നത് വരെ ഞാനത് പറയാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കഥ വരെ പറയാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അങ്ങനെ നമ്മൾ തെറ്റുകൾ ഉറപ്പായിട്ടും വരുത്തും. തെറ്റുകൾ പറഞ്ഞ് പക്ഷെ നമുക്കത് പറയാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. നമ്മൾ വാ തുറക്കാത്തിടത്തോളം കാലം നമുക്ക് ഇത് സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ 4 മൊഡ്യൂൾസാണ് ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്കുള്ളത്. ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് അല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യോറൻ, ലെയ്സൺ, ഷ്രൈബൻ, സ്പ്രഷൻ, ഈ 4 മൊഡ്യൂൾസാണ് നമുക്ക് ഈ ലാംഗ്വേജിലുള്ളത്. സോ നമ്മളിവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടുമാണ് വരുന്നതെങ്കിലും നമുക്ക് ഈ ജർമ്മൻ ലാംഗ്വേജ് കൂടിയേ തീരുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ജർമ്മനിലായിരിക്കും ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്ക്, എസ്പെഷ്യലി ഇപ്പോൾ നേഴ്സുമാരാണെങ്കിൽ അവർക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മൻ മാത്രമായിരിക്കും. നമ്മുടെ റിപ്പോർട്ട് എഴുതലും സംസാരിക്കലും എല്ലാം നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ മാത്രമായിരിക്കും. ഇംഗ്ലീഷിന് ഇവിടെ ഒരു പ്രസക്തിയേ ഇല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് നാട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽ നന്നായിട്ട് തന്നെ റെഡിയാക്കാൻ നോക്കുക. അങ്ങനെ ഫൗണ്ടേഷൻ റെഡി ആണെന്നാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് നന്നായിട്ട് തന്നെ പഠിക്കാനും പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് തന്നെ പെർഫോം ചെയ്യാനും പറ്റും. ആ ഒരു കോൺഫിഡൻസും നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക അല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ എങ്ങനെ പഠിച്ചതെന്ന് പറയാം. ഞാൻ ഈ പ്രോഗ്രാം ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ ട്രിപ്പിൾ വിൻ വഴിയാണ് ഇവിടെ വന്നത്. ഈ ട്രിപ്പിൾ വിൻ വഴി വരുന്ന സമയത്ത് എനിക്ക് ലാംഗ്വേജ് കോഴ്സ് ഈ പ്രോഗ്രാം വഴി തന്നെയായിരുന്നു തന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ OET പഠിക്കുമായിരുന്നു. കാരണം ഓക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ഞാൻ ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്തായിരുന്നു എനിക്കിവിടെ സെലക്ഷൻ കിട്ടുന്നത്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ സമയത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓൾറെഡി ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് കൺവേർട്ട് ചെയ്തോട്ടെ എന്ന്. കാരണം എനിക്ക് ഒരു 2-3 ആഴ്ചയും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു സെൽഫ് പ്രിപ്പറേഷൻ നടത്തി. കാരണം എന്തായാലും എനിക്ക് ട്രിപ്പിൾ വിൻ വഴി 6 മന്ത് ലാംഗ്വേജ് കോഴ്സ് ഉണ്ട്. പക്ഷേ എനിക്കതിന് പോകുന്നതിന് മുന്നേ ഒരു സെൽഫ് പ്രിപ്പറേഷൻ നടത്തണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഞാൻ അവിടെ ഒരു 3 ആഴ്ച പഠിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ സെൽഫ് പ്രിപ്പറേഷൻ നടത്തി കേട്ടോ. ഞാൻ കാണുന്ന സാധനങ്ങളുടെ എല്ലാം ജർമ്മനിൽ എങ്ങനെയാണ് പറയേണ്ടത്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ തിങ്കിങ് പ്രോസസ്സൊക്കെ ഞാൻ ജർമ്മനിലോട്ട് മാറ്റാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, അത് നടക്കുന്ന കാര്യമല്ല. A1 ആണ്, ഞാൻ ബേസിക് പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിനോട് കൂടുതൽ അപ്രോച്ച് ചെയ്യണം, അതിനെ ഇഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ അത് നമുക്ക് സാധിക്കുള്ളൂ. അതാണ് കേട്ടോ എൻ്റെ പോളിസി. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു, ഈ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് മദർ ടങ് ആണ്. ആ ഒരു രീതിയിൽ ഞാൻ കാണാൻ തുടങ്ങി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പഠിക്കാനായിട്ട്. ഞാനങ്ങനെ ജർമ്മൻ ലാംഗ്വേജിനെ കൂടുതൽ ഇഷ്ടപ്പെടും തോറും എനിക്കപ്പോൾ കൂടുതൽ അറിയാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അല്ലാതെ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യണം അങ്ങനെയുള്ള രീതിയിലല്ല കൂടുതലും ഞാൻ ജർമ്മൻ ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്തത്. ഞാൻ ലാംഗ്വേജിനെ ഇഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചെടുത്തത്. അടുത്തതായി ഞാൻ ഉപയോഗിച്ചിരുന്ന ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ നടത്തിയിരുന്നു എന്ന്. സെൽഫ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജ് നമുക്ക് അറിയില്ലാതെ എങ്ങനെയാണ് സെൽഫ് പ്രിപ്പറേഷൻ നടത്തുക അല്ലേ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ബേസിക് എന്താ? അതിൻ്റെ ആൽഫബറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഗൂഗിൾ, നമുക്കല്ലെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആൽഫബറ്റ്സ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ആൽഫബറ്റ്സ് പഠിക്കുക. അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, നിങ്ങളത്
പറയാൻ നോക്കുക. കാരണം വിത്ത് മ്യൂസിക് തന്നെ ഇപ്പോൾ ആൽഫബറ്റ്സ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആൽഫബറ്റ്സ് പഠിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ആൽഫബറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് എന്താ? നമ്പേഴ്സും അതുപോലെ തന്നെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ യൂട്യൂബിലും അവൈലബിൾ ആണ്. നമുക്കത് സെർച്ച് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമുക്കത് സെർച്ച് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മളതൊരു ഇൻട്രസ്റ്റോട് കൂടി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞാനത് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ആൽഫബറ്റ്സും അതുപോലെ തന്നെ നമ്പേഴ്സ് 100 വരെ ഞാൻ പഠിച്ചിട്ടാണ് പോയത്. അത് ഞാൻ പഠിച്ചെങ്കിൽ നിങ്ങൾക്കും അത് പഠിക്കാവുന്നത് തന്നെ ഉള്ളൂ. കാരണം അത് എളുപ്പമാണ്. കാരണം അതിൻ്റെയൊക്കെ ഒരു ടെക്നിക്ക് പിടികിട്ടിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ്. കാരണം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നും നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളെ കൊണ്ടത് പറ്റും. കാരണം അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നില്ല നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിലുള്ള സെൽഫ് പ്രിപ്പറേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊരു കോഴ്സിന് ഇപ്പോൾ ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്ലീസ് നിങ്ങൾ വാമപ്പ് ചെയ്യുക. കാരണം ഡയറക്റ്റ് ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ, ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്തെങ്കിലും ചെയ്യുക. ഒന്നല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആവട്ടെ അത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മൈൻഡ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം മാത്രം നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറയുന്നത്. എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ വാക്കുകൾ, എസ്പെഷ്യലി നമ്മൾ നൗണൊക്കെ പഠിക്കുന്ന സമയത്ത് വിത്ത് ആർട്ടിക്കിൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമ്മളൊരു ബുക്കിൽ എല്ലാ ദിവസവും പഠിക്കുന്ന വേർഡ്സൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുക. പിന്നെ നമുക്കൊരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാനും വേണം. ഇന്ന് ഞാൻ ഇത്രയും പഠിക്കും, നാളെ ഞാൻ ഇത് പഠിക്കും. അങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, തുടക്കത്തിൽ നമുക്ക് ചെറിയ ചെറിയ വേർഡ്സ് മാത്രം അറിയുണ്ടാവുള്ളൂ അല്ലേ. അത് കഴിയുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഗ്രാമറൊക്കെ ഉപയോഗിച്ച് തുടങ്ങും, ഒരു സെൻറ്റൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ പഠിക്കുന്ന ഓരോ വേർഡ്സ് ഇല്ലേ, ഓരോ നൗണും വേർഡൊക്കെ, ഇതൊക്കെ നമുക്ക് ആ എഴുതുന്ന ആ ഒരു സെൻറ്റൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്നെ പഠിപ്പിച്ചിരുന്ന സാറ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു മെത്തേഡായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും നമ്മളൊരു സെൻറ്റൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ പോയിട്ട് ഒരു കഥ എഴുതണം. കഥ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വഴിയിൽ കണ്ട കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷനിൽ നിന്നായാലും കുഴപ്പമില്ല. നമ്മളൊരു ചെറിയൊരു 4-5 സെൻറ്റൻസ് നമ്മൾ തെറ്റുകൂടാതെ ആ ഗ്രാമർ അനുസരിച്ച് നമ്മൾ എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് ഇത് പിറ്റേ ദിവസം സാറ് കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. ഇതൊരു നല്ലൊരു മെത്തേഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ആ ഒരു സമയത്തൊക്കെ അത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിതുപോലെ തന്നെ എഴുതി നോക്കിയതിന് ശേഷം നമ്മളത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കറിയില്ലാത്ത ഏതെങ്കിലും വേർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിക്ഷണറിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല dict.cc എന്ന് പറയുന്ന ആ ഡിക്ഷണറിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിത്ത് ആർട്ടിക്കിൾ തന്നെ ജർമ്മൻ വരും. അപ്പം നമുക്ക് അത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടെ അത് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ പറ്റും. അതൊരു നല്ലൊരു ടിപ്പായിട്ട് തന്നെയാണ് എനിക്കത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. കാരണം എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയല്ലോ, അപ്പം നമ്മൾ ഓരോ വേർഡ്സ് കാണുന്നു, നമ്മൾ സെൻറ്റൻസ് എഴുതുന്നു, അത് മാത്രം പോരല്ലോ. നമുക്ക് ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് പറയാനും പറ്റണം. അപ്പം നമുക്ക് ഒത്തിരി യൂട്യൂബിലൊക്കെ ആയാലും ഒത്തിരി പോഡ്കാസ്റ്റൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫണ്ണി വീഡിയോസ്, അങ്ങനത്തെ ഒക്കെ കാർട്ടൂണൊക്കെ പോലും ഇവൻ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവില്ലെന്നാണെങ്കിലും കൂടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ മ്യൂസിക് കേട്ടോ, നമ്മൾ ജർമ്മനിൽ മ്യൂസിക് കേൾക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. പിന്നെ മാക്സിമം നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ഈ ജർമ്മൻ വേർഡ്സ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ വേർഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാക്സിമം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിൽ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു, നമ്മൾ ഓരോ നൗണും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അങ്ങനെ ഫ്ലവേഴ്സോ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിത്ത് ആർട്ടിക്കിൾ അത്
പടം വരച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലെമണൊക്കെ ആണെങ്കിൽ അതിൻ്റെ പടം വരച്ചിട്ട് താഴെ നമ്മൾ എഴുതി അങ്ങനെയൊക്കെ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആവാനായിട്ട് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയും പഠിക്കാൻ പറ്റും. അതൊരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ A2 ലെവലൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാകുമ്പോഴത്തേനും നമുക്ക് ചെറിയ ചെറിയ ഫ്രേസസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഒരു പാരഗ്രാഫ് ജമലിൽ എഴുതാൻ ശ്രമിക്കുക. പക്ഷേ ഇത് നമ്മൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, ആരെങ്കിലും കാണിച്ച് അത് കറക്റ്റ് ചെയ്ത് മേടിക്കുകയും വേണം. അങ്ങനെ നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കുന്നു, മ്യൂസിക് കേൾക്കുന്നു, നമ്മൾ നമ്മുടെ ലിസണിങ് പവർ എന്ന് പറയുമ്പോൾ ഹിയറിൻ്റെ പവർ നമ്മൾ അതുപോലെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ പഠിക്കുന്ന വേർഡ്സ് എല്ലാം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്പീക്കിംഗ് അഥവാ എക്സ്പ്രഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് എന്ന് പറയുമ്പോൾ ഷ്രൈബൻ അതും ഇമ്പ്രൂവ് ആവുകയാണ്. അതുമാത്രം പോരല്ലോ, നമ്മൾ വായിക്കുകയും വേണം അല്ലേ? അപ്പോൾ റീഡിങ് അഥവാ ലേസൺ നമ്മൾ എന്തെങ്കിലും വായിക്കുകയും വേണം. കാരണം നമുക്ക് ഒത്തിരി വായനയിലൂടെ ആയിരിക്കും നമുക്ക് ഒത്തിരി വേർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുക അല്ലേ? സെൻറ്റൻസ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഏതെങ്കിലും നമുക്ക് ആർട്ടിക്കിളൊന്നും വായിക്കാൻ മാത്രമൊന്നും നമ്മളപ്പോൾ ആവില്ല. A1 ഒക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ സ്റ്റോറീസൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഷോർട്സ് ആയിട്ടൊക്കെ ചെറിയ ചെറിയ സ്റ്റോറീസൊക്കെ ഉണ്ടാവും. അതൊക്കെ വായിക്കാനായിട്ട് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസും അവൈലബിൾ ആട്ടോ. ഡോയിഷിൽ നമുക്ക് ജർമ്മനിൽ ചില ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്, സ്റ്റോറീസ് മാത്രമുള്ളത്. ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസും അതുപോലെ തന്നെ നമുക്ക് താഴെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ആ ആപ്ലിക്കേഷൻ്റെ കാര്യം മറന്നുപോയി. പക്ഷെ ഞാനത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എവിടെയോ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ആവശ്യമുണ്ടെന്നാണെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാനത് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ പേര് പറഞ്ഞു തരാം കേട്ടോ. പക്ഷെ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയായിരുന്നു. കാരണം 5 ക്വസ്റ്റ്യൻസ് താഴെ ഉണ്ടായിരുന്നു. അത് ആൻസർ ചെയ്യാനും നല്ല എളുപ്പമുള്ളതായിരുന്നു. അങ്ങനെ അതും നമുക്ക് ഒത്തിരി എനിക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ലാംഗ്വേജ് പഠിച്ചതും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ ഇപ്പോഴും ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ലാംഗ്വേജ് സംസാരിക്കുമെന്നല്ല പറയുന്നത്. ഇപ്പോഴും ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് പഠിച്ചെടുക്കാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഇത് പഠിക്കാനായിട്ടുള്ള തീരുമാനം ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും സാധിക്കും. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ജർമ്മൻ വിശേഷവുമായി കാണുന്നവരേക്കും ബൈ.